ഗൈസ് ഞങ്ങളങ്ങനെ മിസ് കോൾസിലെത്തിയിരിക്കുന്നു. മിസ് കോൾസിൽ വന്ന് ശ്രീതിൻ്റെ എമിഗ്രേഷൻ്റെ പരിപാടി ബയോമെട്രിക്സ് കൊടുത്തു. നമ്മളിപ്പം ലില്ലാഫോറത്തിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയാണ് നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കേണ്ടത്, ട്രാം ടിക്കറ്റ് എടുക്കേണ്ടതെന്നോ പരിപാടിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് കള്ളവണ്ടി കയറുകയാണ്. ഇവിടെ ട്രാം ഉണ്ട്. ഇവിടുന്ന് ഒരു ട്രാം എടുത്തിട്ട് നമ്മൾ നേരെ ലില്ലാഫോറത്തല്ല, ഇവിടെ ഒരു ഫോറസ്റ്റ് റെയിൽവേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മിസ് കോൾസിൽ. ആ സ്ഥലത്ത് ചെന്നാൽ ഫോറസ്റ്റിൽ കൂടെ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ട്രാമിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. 1V എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്രാമാണ് നമുക്ക് എടുക്കേണ്ടത്. അത് ഇവിടുന്ന് ഒരു 40 minutes റൈഡാണ് കാണിക്കുന്നത്. പിന്നെ ലെറ്റ്സ് ഗോ. ഗസ്തോ വരുന്നതാണ് നമുക്ക് പോകാനുള്ള വണ്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് ട്രാം. ഇവിടുന്ന് 29 സ്റ്റോപ്സ് ഉണ്ട്. ഞങ്ങൾ ട്രാമിൽ ഇത്രയും സ്റ്റോപ്പ് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബുദാപെസ്റ്റിലാണെങ്കിലും ഇത്രയും സ്റ്റോപ്പുകളൊന്നുമില്ല. പിന്നെ സ്ഥലം അടിപൊളിയാണ്. വിൻ്ററിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഇപ്പോൾ റീൽസിൽ കണ്ടതേ ഉള്ളൂ. പക്ഷേ എത്ര നൈസാണെന്ന് അറിയത്തില്ല. ഇപ്പം സമ്മറാണല്ലോ, പിന്നെ നല്ല വെയിലുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസ്, നല്ല ചൂടാണ്. പോയി നോക്കാം. മറ്റേ കേവ് മറ്റേ പക്ഷെ വേറൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ട് വരണ്ടായിരുന്നല്ലേ? നീ ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ? ഓ നോ ഗൈസ്, ശ്രീതിൽ എന്നെ ചതിച്ചിരിക്കുന്നു. ഞാൻ പെട്ടു ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ കയറിയ കള്ളവണ്ടിയല്ലേ ഇവിടുത്തെ ട്രാം. നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. ഐ മീൻ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് വാലിഡേറ്റ് ചെയ്തില്ല. ടിക്കറ്റിന് 430 ഫോറിൻസാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു 100 രൂപ ട്രാം പോകുന്നുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് ഒരു ഫോറസ്റ്റ് ട്രെയിൻ എടുത്തിട്ട് നേരെ ഈ ലില്ലാഫോറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം ആ ഫോറസ്റ്റ് ട്രെയിൻ എങ്ങനെ ഇരിക്കുമെന്ന്. ടിക്കറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നോ ഐഡിയ. ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് അന്വേഷിക്കട്ടെ. തോന്നുന്നു ഇവിടെ നിന്നാണെന്ന്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നാണ് പ്ലാൻ. ഇത് ഹംഗേറിയനിലാണ്, ഇംഗ്ലീഷിൽ ഇല്ല. നമുക്ക് നോക്കട്ടെ ടിക്കറ്റിൻ്റെ റേറ്റ്. നമ്മളത് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഇത് എത്ര 3900 ഫോറൻസിങ്ങായി. 12 മണിക്കാണ് ഈ ട്രെയിൻ എടുക്കുന്നത്. അപ്പം 12 മണിക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓടിപ്പോകേണ്ട അവസ്ഥയാണ്. ഇതാണ് ട്രെയിൻ ഗൈസ്. നമ്മളങ്ങനെ ആ ട്രെയിനിൽ കയറി. 3800 ഫോറൻസ്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 1000 രൂപ. ഇവിടുന്ന് ലില്ലാഫോറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ഇത്രയൊന്നും കാണത്തില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഓപ്പൺ ട്രെയിൻ, അതായത് ഒരു ഫോറസ്റ്റ് ട്രെയിൻ പോലത്തെ ഒരു സംഭവമാണ്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ പോലെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എടുത്തേക്കുക. നോക്കാം, നമുക്ക് പോയി നോക്കണ്ട. ഒരു എക്സ്പീരിയൻസ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ കൊടുത്തത്. ഈ വീടുകളിലോട്ടൊക്കെ എങ്ങനെയാണോ ആൾക്കാർ വരുന്നതെന്നൊരു പിടുത്തമില്ല. അതായത് ഇത് ട്രെയിൻ ട്രാക്കാണ്.
ഇത് വീട്. ഇങ്ങോട്ടൊക്കെ എങ്ങനെ വണ്ടി വരാ? ഈ വണ്ടിയൊക്കെ ഇതുവഴി വന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. പക്ഷേ വേണ്ട സെമിത്തേരി ആണോ ഗൈസ്? ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് സ്പ്രിങ്ങിലും ഓട്ടമിലാണ്. ഓട്ടമിൽ ഇവിടെ മൊത്തം മഞ്ഞയായിരിക്കും, അതുപോലെ സ്പ്രിങ്ങിൽ ഇവിടെ മൊത്തം പൂക്കളും മഴയും ഒരു നല്ല ക്ലൈമറ്റും ഒക്കെയാണ്. ഈ രണ്ട് ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂറോപ്പ് കറങ്ങണ്ടേന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീതിലെ എങ്ങനെയുണ്ട് നമ്മുടെ സമാധാനം കാട്ടിലെ കൂടെ യാത്ര? ശാന്തത. നമ്മൾ കാട്ടിലോട്ട് കയറുകയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കാട്ടിക്കൂടെ ഉള്ള ഒരു യാത്രയാണ്. ഗൈസ് നമ്മളങ്ങനെ കാട്ടി കയറിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. താഴെക്കോടെ തിരിച്ചു പോകുന്ന ട്രാക്ക്. ശരിയാ, ഇവിടൊക്കെ നമ്മുടെ കാട്ടിലൊക്കെ എന്നാലും ഇത് ശരിക്കും കാടാ. പിന്നെ മറ്റേ പുലിയും സിംഹവും ആനയും കാട്ടാനയും കാട്ടുപന്നിയും ഒക്കെ ഇറങ്ങുന്ന കാടല്ല, സാധാ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയല്ലേ. മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. കൊള്ളായിരുന്നു, ഓൺ ചെയ്ത് വെച്ച കാര്യം. വണ്ടി കാട്ടിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തി. എന്തോ പറ്റിയെന്നൊരു പിടുത്തില്ല. ശരിയാല്ലേ ഗൈസ്. അപ്പം വണ്ടി പോകാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒറ്റ ട്രാക്കേ ഉള്ളൂന്ന്. ഇവിടെ നിർത്തിയെടുത്ത് വരെ 2 ട്രാക്ക് ഉണ്ടായിരുന്നു. പിന്നെ വന്ന വഴിക്കും ഒരു പോയിന്റ് വരെ ഒറ്റ ട്രാക്കേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഇപ്പം ട്രാക്ക് മാറ്റി നമ്മളൊരു കുറയ്ക്കാത്ത പോയി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനിയിപ്പം അടുത്ത ലില്ലഫോറത്തിലെത്തിയിട്ടുണ്ട്. വേണ്ടത് നമ്മൾ ഹലോ പറയുന്ന കുറച്ച് പിള്ളേർ. ഇതാണ് ലില്ലഫോറത്ത്. കാണാമോ നിങ്ങൾക്ക്? ഇനി ഇവിടെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്നൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പം എല്ലാം എന്താണെന്നൊന്ന് കണ്ടിട്ട് ഇതാണ് മാപ്പ് ഇവിടുത്തെന്ന് തോന്നുന്നു. ഫുൾ ഹംഗേറിയനായതുകൊണ്ട് നമുക്ക് വലുതായിട്ട് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് മിസ്കോൾസിൻ്റെ മൊത്തത്തിലുള്ള മാപ്പാണ് ഈ കാണുന്നത്. ഇത് കാടിൻ്റെ നടുക്കുള്ളൊരു ഗ്രാമം സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ മെയിനായിട്ട് കാണാനുള്ള ഹമോരി ലേക്കാണ്. ഹമോരി ലേക്ക് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ലേക്കാണ്. അതായത് മിസ്കോൾസിലുള്ള ഒരു ലേക്ക്. പിന്നെ ഉള്ളത് ഒരു വാട്ടർഫോളാണ്. ആ വാട്ടർഫോളിൻ്റെ പേര് ലില്ലഫോറോത്ത് വാട്ടർഫോൾ എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ വാട്ടർഫോൾ ഹംഗറിയിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ, ടോളസ്റ്റ് വാട്ടർഫോളാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് അതും കാണാൻ പറ്റുമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇതാണ് ഇവിടുത്തെ മിസ്കോൾസിൻ്റെ മാപ്പ്. ശ്രീതി നിൽക്കുന്നു. പിന്നെ നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പം ആ വിശപ്പിനൊരു ശമനവും കൂടെ തപ്പേണ്ടി വരും. ട്രെയിൻ ഇറങ്ങിയ പാടെ ഇത് ഇവിടുന്ന് തന്നെയാണല്ലോ തിരിച്ചു പോകുന്നത്. ഒറ്റ ട്രാക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സുവനിയർ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് മൊത്തത്തിലൊരു പാർക്കിൽ വന്നൊരു ഫീലാണ് കിട്ടുന്നത്.
എല്ലാം ചെറിയൊരു തോട് ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. തോട് കാണുന്നുണ്ട്, അത് വെള്ളം ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നു ശബ്ദം കേട്ടിട്ട്. വേണ്ട ഗൈസ്, അതുവഴി വെള്ളം ഒഴുകുന്നുണ്ട്. മാട്ട വെള്ളമാണെന്ന് തോന്നുന്നു. എടാ ഇതാന്ന് തോന്നുന്നു വാട്ടർഫോളെ. ഡയറ്റിലായോണ്ട് ട്രിപ്പ് വന്നതാണെങ്കിൽ പോലും ഞാൻ ഗ്രിൽഡ് ചിക്കൻ വിത്ത് എന്താ പറയുക സ്റ്റീംഡ് വെജീസ് കൊണ്ടുവന്ന് കയ്യിൽ. അപ്പം അതാണ് കഴിക്കുന്നത്. പ്രതീക്ഷ പൊടി അടിപൊളി സാധനം. കഴിച്ച് വായിൽ വെച്ചിട്ട് പറയാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലില്ലാഫോറത്തിൽ എത്തി. ഇവിടുന്ന് ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചല്ലോ, ഇപ്പോൾ ഒരു എനർജിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല പൊരിഞ്ഞ വെയിലാണ്, കറുത്ത് കരിവാളിക്കും. സത്യം പറഞ്ഞാൽ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഇടയ്ക്കത്തെ എപ്പോഴത്തെ ഒരു തിരക്കിൻ്റെ പുറത്ത് ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. പിന്നെ ശ്രീതിലിന് അങ്ങനത്തെ ഇതൊന്നുമില്ല, അവന് സൺസ്ക്രീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നമുക്ക് നോക്കാം, പോകുന്ന വഴിക്ക് സൺസ്ക്രീൻ കിട്ടുവാണെങ്കിൽ സൺസ്ക്രീൻ വാങ്ങിക്കാം. ഇവിടെ ഒരു കടയും ഇല്ല ഗൈസ്. ഇത് കണ്ട, നമ്മൾ ഇതിൻ്റെ അകത്തൂടെയാണ് നേരത്തെ വന്നത്. ഈ ഗുഹയ്ക്കകത്തൂടെ ആ ട്രെയിൻ ഇതുവഴി പോയി നമ്മൾ ഇവിടെ എത്തി. ഐഫോണിൻ്റെ ഈ പുതിയ ബട്ടൺ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ കറക്റ്റ് പൊസിഷൻ പിടികിട്ടിയത്, എങ്ങനെ പിടിക്കണമെന്ന്. അങ്ങനെ പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കേ കാര്യമുള്ളൂ എന്ന് ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടത്. ഞാൻ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു. എന്നാലും അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കൈയൊക്കെ തട്ടിയിട്ട് ക്യാമറ അങ്ങ് ഓപ്പൺ ആവും. അതിവിടെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? പിന്നുള്ള ഫ്രീതിൽ ഇതുകൊണ്ടുള്ള ടവർ കയറാൻ പോവാന്നാ പറയുന്നത്. ടവർ നിങ്ങൾക്ക് കാണാവോ? ആ കാണാം, കൊള്ളാമല്ലേ ഗൈസ്? പക്ഷെ അവിടെ കാരി കയറിപ്പോവാൻ എൻ്റെ പൊന്നോ, എന്തത് നോക്ക് ഗൈസ്, എത്ര ദൂരെയാന്ന്. ശ്രീതിൽ പോയി ഇവിടുത്തെ ശ്രീതിലേ ആ ചെയറിൽ നോക്ക്. ഇതെന്താടാ, നദിയാണോ? ഇതാണോ ലേക്ക് ഹമ്മൂർ? ഹമ്മൂർ ലേക്കാണിത്. ആ ഭംഗിയൊന്ന് നിങ്ങൾ നോക്ക് ഗൈസ്, നല്ല രസമുണ്ടല്ലേ. ഇതാണ് പലോട്ടോ ഹോട്ടൽ. ഇതിവിടുത്തെ ഒരു ഐക്കോണിക് ഹോട്ടലാണ്. ഒരു കാസിലിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാണ് ഇത് പണിഞ്ഞു വെച്ചേക്കുന്നത്. ഈ ലില്ലാഫോറത്തിലെ മെയിൻ എന്താ പറയുക ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നതും ഒരു സാധനം ഈ ഹോട്ടലും കൂടെയാണ്. നമുക്കിനി ആ വാട്ടർഫോൾ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ ലേക്കും ഈ ഐക്കോണിക് ആയിട്ടുള്ള ഈ പലോട്ടോ ഹോട്ടലും നമ്മൾ കണ്ട്, ഇനി ആ വാട്ടർഫോൾ നമുക്ക് തപ്പിയെടുക്കാം. ഇതുവഴിയാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം. ആ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വാട്ടർഫോൾ എന്ന് ഞാൻ ഈ പറയുമ്പം ഈ നാച്ചുറൽ വാട്ടർഫോൾ അല്ല, നമ്മുടെ ആതിരപ്പള്ളിയൊക്കെ പോലെ ഉള്ള വാട്ടർഫോൾ അല്ല ഇത്. സംഭവം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വാട്ടർഫോൾ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് വിൻ്ററിൽ ഫ്രീസാവും, കണ്ടിന്യൂസ് ഫ്ലോ ഇല്ല. ഇത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പം വിൻ്ററിൽ ഈ വെള്ളം ഫ്രീസാവും, വീണ്ടും സമ്മറിലും ഒരു സ്പ്രിങ് കഴിയുമ്പോഴത്തേക്കിന് സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇത് വീണ്ടും നമുക്കതൊന്ന് പോയി കാണാം. ഈ പോകുന്ന വഴി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു സ്ഥലം. നമുക്ക് തിരിച്ചു വരുമ്പം ഈ വഴി തന്നെ വരാം. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം എന്താ സംഭവം. ഇത് കണ്ടോ, ഒരു സൈഡിൽ നിന്നൊക്കെ ഗുഹയിൽ നിന്ന് കയറിയ ആൾക്കാർ വേറെ ഗുഹയിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് അതും പോയി കാണാം. വെള്ളം ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം.
നമുക്കിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉറവിടം തപ്പിപ്പോവാം. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതുവഴി താഴോട്ട് ഇറങ്ങി എല്ലാ വെള്ളച്ചാട്ടവും അങ്ങനെയാണല്ലോ, നമ്മൾ താഴോട്ട് ഇറങ്ങും, എന്നിട്ട് മുകളിലോട്ട് നോക്കി വയ്ക്കുമ്പോൾ വെള്ളം ചാടുന്നതായിട്ട് നമുക്ക് കാണാം. വാട്ടർഫോളിന് മുമ്പ് നമുക്ക് ഗുഹ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വാട്ടർഫോളിലോട്ടുള്ള ലൊക്കേഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗുഹ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, എന്താണെന്ന് നോക്കാം. എന്തുവാണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. നമുക്കൊന്ന് കയറി പോയി നോക്കാം. ഇതുവഴിയൊക്കെ പോവാൻ പറ്റുമോ? ഇല്ല, സീനില്ല, പിള്ളേരൊക്കെ വരുന്നുണ്ട് ഇതുവഴി. ഇതൊക്കെ ഉള്ളൂ, എന്താ സംഭവം എന്നൊന്നും ഒരു പിടിയില്ല. ഇത് നടക്കുന്നത് നടുവിന് എത്ര നൈസല്ല. നടന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന ഗൈസ്. ദേഹാനങ്ങുന്ന പരിപാടിയാ, വലിയ താല്പര്യമില്ലാത്തതായോ. അമ്മേ, ഇവിടെ താഴോട്ട് പോയാൽ മറ്റേ തുടരുമില്ലേ? അതെ, കാണുന്ന പോലെയല്ല, ആ ഗുഹയിൽ കൂടെ നടക്കുന്ന അത്യാവശ്യം നടുവിന് സീനാണ്. കുഴപ്പമില്ല, ഇതൊക്കെയുള്ള ഒരു അഡ്വഞ്ചറിന് പുറകിൽ നമ്മൾ പോകും, നമ്മൾ ആഘോഷിക്കും. നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോരോ അഡ്വഞ്ചറിൽ കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്ത് പറ്റത്തില്ല ഇപ്പൊ മനസ്സിലായി. ഈ മരം കണ്ടോ, നല്ല രസമില്ല കാണാൻ, വേരുകളൊക്കെ ആയിട്ട്. അടിപൊളി മരം, കൊള്ളാം. വ്ളോഗിങ് എനിക്ക് പണ്ടോട്ടേ ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു 2017-18 കാലത്തിൽ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ് ഈ വ്ളോഗ് ചെയ്യണമെന്നും എടുക്കണമെന്നൊക്കെ. പക്ഷേ ഒന്ന് ക്യാമറ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ക്യാമറ ഞാൻ ഫേസ് ചെയ്യും. പക്ഷെ എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്താ കണ്ടന്റ് എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. പിന്നെ ഇപ്പം വന്ന് കുറേ തോന്നുന്നതൊക്കെ എടുക്കാനും തോന്നുന്നത് പറയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു മടീനെക്കാട്ടി കൂടുതൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വലിയ തിട്ടമില്ലാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. പറ്റുവാണെങ്കിൽ ഇനി തൊട്ട് അങ്ങോട്ട് നല്ല നല്ല വീഡിയോസും നല്ല യാത്രാ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ ശല്യം ഇല്ല ശ്രീധരേ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? നമ്മൾ സ്പോട്ടിലെത്തിയതിൻ്റെ മനസ്സ് പറയുന്നു, ഇതാണ് ഹംഗറിയിലെ ടോളസ്റ്റ് വാട്ടർഫോൾ എങ്കിൽ അവരോട് നമ്മുടെ നാട്ടിലൊന്ന് വന്ന് വാട്ടർഫോൾ എന്താണെന്ന് കണ്ടു നോക്കാമെന്ന് പറയേണ്ട അവസ്ഥയാണ്. നിങ്ങളെ കാണിച്ചു തരട്ടെ, ഞാൻ കാണിച്ചു തരാൻ എനിക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല, എന്നാലും കാണിച്ചു തരാം. ഇവിടെ വരെ വന്നല്ലേ, കണ്ടോ, ഇതാണ് വാട്ടർഫോൾ. നമുക്ക് എന്തായാലും താഴെ പോയിരിക്കാം, ഇവിടെ ആകുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ കാണുമല്ലോ. ഇതിലെ വാട്ടർഫോൾ ഒരു ഭംഗിയായി മാറും എന്നുള്ളത് വേറെ കാര്യമാണെങ്കിൽ പോലും ഇത് പൊതുവെ ഇങ്ങനെ ഒരു പാലത്തേലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക യൂറോപ്യൻ കൺട്രീസിലും ഈ പറയുന്ന പോലെ ലോക്ക് തൂക്കിയിട്ടിട്ടുണ്ടാവും. അത് ഇവിടുത്തെ ഒരു ക്ലീശ സംഭവമാണ്. നിങ്ങൾക്ക് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ പല കാഴ്ചകളും മിസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒറ്റയടിക്ക് വീഴുന്ന ഫോൾ അല്ലാന്ന് തോന്നുന്നു.
പാറക്കെട്ടുകൾ കൂടെ ഒഴുകി വരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇത് എന്താ പറയാ, ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ചിലപ്പോൾ ടോളസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഹംഗറിയിൽ മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ടോളസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരിടത്ത് വീണ് അവിടെ കുറേ നിറഞ്ഞ് പിന്നെ അടുത്ത് വീണ്, ഇതുപോലത്തെ സാധനം നമ്മുടെ വീട്ടിൽ ഷോക്കേസിലും വെക്കത്തില്ല വെള്ളച്ചാട്ടം, അതുപോലത്തെ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. കൊള്ളാം. മലയുടെ ഉള്ളൂ. അന്ന ബാർലാങ് അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. എന്താണെന്ന് വലിയ പിടുത്തമില്ല. ഇതിൻ്റെ അത് നല്ല തണുപ്പുണ്ട്. കൊള്ളാം. ഈ കല്ലിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ചവിട്ടാതിരിക്കാം, പക്ഷെ നിന്റെ ഒരു ഒറ്റ എസ് മതി. താഴോട്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ഇനി തിരിച്ചു കയറണമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. ദേഹമാണെങ്കിൽ പണിയെടുക്കാത്ത കൂട്ടത്തിലാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ ഇത് പൊളിഞ്ഞ് കിടക്കുന്ന സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ വെള്ളം കൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഇറങ്ങാമോ എന്നും എനിക്കറിയത്തില്ല. ഇതിന് വലിയ ആഴമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കുഴിയല്ലേ ആയിരിക്കും വെള്ളത്തില്? കുഴിയുണ്ട്. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ഈ ചൂട് സമയത്തെ നല്ല തണുപ്പ്. നേരെ ഈ വെള്ളത്തിലിറങ്ങിക്കോ. നല്ല ആഴമുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നല്ല ആഴമുണ്ട്. പക്ഷെ ഇവിടൊക്കെ സത്യം പറഞ്ഞാൽ ഇറങ്ങി കുളിക്കാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ 30 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ, നല്ല ചൂടുണ്ടെന്ന്. പക്ഷെ ഈ വെള്ളം -°C ഉറപ്പാണ്. തന്നെ ഫ്രീസായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. ഞാനൊരു മയത്തിൽ കല്ലിൻ്റെ കൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പ്. എനിക്കൊന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ടുള്ള തണുപ്പാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ചൂടായിട്ട് ഒത്തിരി ദിവസമൊന്നും ആയിട്ടില്ല, ഒരു 3-4-5 ദിവസമായിട്ടുള്ളൂ ഇവിടെ ചൂടായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരിത് കാണും. ഗൈസ് വീഡിയോ എടുക്കില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ അങ്ങ് ഇരുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കുറച്ച് നേരം വീട്ടിൽ വിളിച്ച് കൂട്ടുകാരെ വിളിച്ച് സമയം കളഞ്ഞു. കുറച്ച് സെൽഫ് ടൈം, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം, ഒരു നേച്ചറുമായിട്ടുള്ളൊരു ഒത്തുചേരൽ എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഗെറ്റ് അവേ നല്ലതാണ്. മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും ഒരു ശാന്തതയൊക്കെ ലഭിക്കും. ഇവിടെ ഗൈസ് ഇറങ്ങിപ്പോയാൽ അത്ര എളുപ്പമല്ല തിരിച്ചു കയറാന്നുള്ളത്. കയറി പൊയ്ക്കൊണ്ടിരിക്കും. എന്താ ചെയ്യാനാ. ഇനിയിപ്പം ലില്ലാഫോറത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഓൾമോസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ച് മിസ്കോൾസിലോട്ട് പോവുക. അവിടെ സിറ്റി ഒന്ന് കറങ്ങുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടീസ് ഒപ്പിക്കുക. തിരിച്ച് ബുദാപെസ്റ്റിലോട്ടുള്ള ട്രെയിൻ പിടിക്കുക. ബുദാപെസ്റ്റിലോട്ടുള്ള ട്രെയിൻ ഇതുവരെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ട്രെയിൻ ബുക്ക് ചെയ്യേണ്ട സൈറ്റ് ഇപ്പം ഡൗണാണ്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കണം ട്രെയിൻ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ പെട്ടുപോകും. നാളെ ആണെങ്കിൽ എനിക്ക് ജോലിയുണ്ട് ബുദാപെസ്റ്റിൽ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. അങ്ങനെ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് എത്തിയേക്കാണ്. ഹമാർ ലേക്കിൽ ഞങ്ങളൊരു കയാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒരു ബോട്ടിംഗ് ആണ്. ഹമാർ ലേക്കിലെ നമ്മൾ ഹറാമീസ് കുഴയാൻ പോകും. അങ്ങനെയൊക്കെയാണ് ശ്രീതിൽ പറയുന്നത്. എന്തായാലും നോക്കാം. നമുക്ക് ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമുക്കിവിടെ എന്ത് പറ്റിയാലും നമ്മളാണ് അതിന് റെസ്പോൺസിബിൾ. പിന്നെ പെർ പേഴ്സൺ 2000 ഫോറിൻസ് ആണ്
അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 600-700 രൂപ ആയിരിക്കും. അതെ, ഞങ്ങൾക്കുള്ള ബോട്ട് റെഡിയാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അപ്പം അരമണിക്കൂർ 2 പേർക്കും കൂടെ ഞങ്ങൾ 4000 ഫോറൻസ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കയറാൻ പോവാ. ലെറ്റ്സ് സീ. ഓക്കെ, ആരാ തുഴയാൻ പോന്നേ? അത് നീയല്ല, ഇവിടെ നിന്നിട്ടാ തുഴയാ. അല്ല അല്ല, ഞാൻ നീ അവിടെ ഇരുന്നു, ഞാൻ തുഴഞ്ഞോളാം. അത്ര വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടാ. നമുക്കൊരു ലൈഫ് ജാക്കറ്റ് വാങ്ങിക്കായിരുന്നു, ലൈഫിന്റെ ഒരു സേഫ്റ്റിക്ക് അല്ലേ. തെണ്ടി ഇപ്പൊ തന്നെ പറയണ കേട്ടാ. ഞങ്ങളുടെ ഒരു 6 ലേക്കിന്റെ നടുക്ക് ബോട്ടിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അഥവാ ഈ ബോട്ട് ചരിയാണെങ്കിൽ ഞാൻ നീന്തി കയറും. ഇതില് നീന്തൽ അറിയോ ഇതിലെ? പിന്നെ കൊണ്ട് നീന്താന്ന് പറയുന്നത് ഹോയ് ഹോയ്. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഗൈസ്. ബോട്ടിംഗ് നേരത്തെ പരിചയം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് മുതിരുക എന്ന്. പണ്ട് ഒരു വേലത്ത് ഈ പരിപാടി ഒപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഇതിന്റെ അകത്ത് വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നവരെ മാറിയോ തിരിഞ്ഞോ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തന്നെ ഇത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും തുഴയേണ്ടി വരുമെന്നോ. മറ്റേ CID മൂസേ പറയുന്ന കണക്ക് ഈ വണ്ടിയുടെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരാളെ തുഴയേണ്ടി വരണ്ട, ഞാൻ തന്നെ തുഴഞ്ഞോളൂ. എടാ തിരിക്ക് റിവേഴ്സ്. അമ്മേ ടൈറ്റാനിക്. സിറാജ് അല്ല അമീറിനെയും മറിയനെയും അന്യനെ ഇട്ടിട്ടൊരു വീഡിയോ. അതെ തിരിച്ച് സുര മാത്രം വരുവാണെങ്കിൽ എന്റെ ബോഡി ഈ കായൽ തപ്പാൻ എനിക്ക് നല്ല സുഖമുണ്ട്, കാരണം ഞാൻ തുഴയണ്ടല്ലോ. അതെ, നല്ല സുഖമുണ്ടല്ലോ. അതെ, പങ്കായം വിടുമ്പം അത് കൊളുത്തിയിട്ടുണ്ടോ നോക്കണം. പങ്കായം വെള്ളത്തിൽ പോയാൽ ഒറ്റ പങ്കായം വെച്ച് തുഴഞ്ഞു പോകാൻ പറ്റും. ഇതിൽ പേടി. അതെ, പക്ഷെ ഓട്ടമാണ് നൈസ്. ഫുള്ള് മഞ്ഞ കളറാണ്. ലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മള് അങ്ങനെ ലീല ഫിറോദി വന്നിട്ട് ഇവിടെ കാണാനുള്ള എല്ലാം കണ്ടു, ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഇപ്പൊ നമ്മൾ തിരിച്ച് മിസ് കോൾസിലോട്ട് പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അടിപൊളി എക്സ്പീരിയൻസ്. അതെ, പക്ഷെ അടുത്ത തവണ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാം. അതെ, അത് നമ്മനായാലും. ഗൈസ്, നല്ല ദാഹം. ആ തുഴഞ്ഞ് നല്ലപോലെ ക്ഷീണിച്ചു. കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാന്ന് വിചാരിച്ച് വന്നേ. ഇത് ഇവിടുത്തെ പബ്ലിക്കായിട്ട് മറ്റേ വാട്ടർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ പോവാം. ഇങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്. വേണമെങ്കിൽ വെള്ളക്കുപ്പി വാങ്ങിക്കാവുന്നതാണ്, പക്ഷേ ചെറിയ കുപ്പികളെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ അധികം കടകളോ കാര്യങ്ങളോ. അങ്ങനെ ഞങ്ങൾ ലീല ഫിറോദിനോട് വിട പറയുന്നു. ഞങ്ങളിവിടുന്ന് കൊളംബസ് എടുത്ത് തിരിച്ചു പോകാൻ. ഇവിടുന്ന് ഇനിയിപ്പം നേരെ മിസ് കോൾസിലോട്ട് പോകുന്നു. ഗൈസ്, ഞങ്ങളിപ്പം മിസ് കോൾസ് പ്ലാസ
എന്ന് പറഞ്ഞാൽ മിസ് കോൾസിൽ ഒരു മോളുടെ ഫ്രണ്ടിൽ എത്തിയേക്കാണ്. ഞങ്ങൾ വോളംബസ് ഇതുകൊണ്ട് അവിടെ ഇറങ്ങി മോളുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്ന. ഇപ്പം നമ്മൾ നേരെ മോളുടെ അകത്ത് കയറുക. മോളിൽ എന്താന്ന് നോക്കാമല്ലോ. മോളിൻ്റെ അകത്തുള്ള എനിക്കൊന്ന് അത്യാവശ്യം വലിയൊരു മോളാണെന്ന് തോന്നുന്നു. വേണ്ട വെസ്റ്റേൺ യൂണിയൻ. കൊള്ളാല്ലേ മോൾ? അത്ര വിചാരിച്ചത്ര വലിയ മോളൊന്നുമല്ല. അവിടെ ഫുഡ് കോർട്ടുണ്ട്, പിന്നെ അത്യാവശ്യം കടകളും അൾഡിയും. കൊള്ളാം. ഞങ്ങൾ ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റിൽ കൂടെ ആ സ്ട്രീറ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്തത് എന്തോ അമ്മളി പറ്റി. ഞങ്ങൾ ഒരു മാറിപ്പോയതാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തുമെന്നാണ് ഇതിൽ പറയുന്നത്. നല്ല രസമുണ്ട്. ഇതൊരു ഷോർട്ട് കട്ടാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ആ സ്ട്രീറ്റ്. ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റാണ്. ഇതിൻ്റെ നടുക്കൂടെ ട്രാം പോയി. ട്രാം ട്രാക്ക് ഉണ്ടില്ലേ? ഞങ്ങൾ നേരത്തെ ഇതുവഴിയാണ് പോയത്. അപ്പോഴും ഞങ്ങൾ ഈ സ്ട്രീറ്റ് ശ്രദ്ധിച്ചായിരുന്നു. രണ്ട് സൈഡിലും ഇങ്ങനെ കടകളും കാര്യങ്ങളും ഫുഡ് സ്പോട്ടുകൾ അങ്ങനത്തെ. അതെ, ഇപ്പോൾ ആൾക്കാർ ഇന്ന് കഴിക്കുന്നൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം നൈസാണെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് രാത്രിയിലാണ് കുറേ കൂടെ ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ഈ സമയത്തൊക്കെ കുറവാണെന്ന് തോന്നുന്നു. എന്നാലും ഉണ്ട് കഫേസ്. ഇതാ ഈ ബാക്കിലെ കഫേയിൽ കണ്ടില്ലേ? ആൾക്കാർ കുറേ പേര് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നൈസാണ്. ഇതാണ് നമുക്ക് തിരിച്ച് ബുദാപെസ്റ്റിലോട്ട് പോകേണ്ട വണ്ടി. വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻജിൻ മുന്നോട്ടാക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ എൻജിൻ കണക്ട് ചെയ്യായിരിക്കും. ഇതിന് ബുക്ക് ചെയ്ത ടിക്കറ്റ് റീഫണ്ട് കിട്ടിയിട്ടില്ല. റീഫണ്ട് ആവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ടിക്കറ്റ് സ്റ്റേഷനിൽ വന്ന് ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തിട്ടുണ്ട് സീറ്റ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. സോ അടുത്ത വീഡിയോ വരെ ബൈ.